ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു മീൻകറി തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായി ഞാൻ കുറച്ച് പാര മീനാണ് ഇവിടെ എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി 5 പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വരും നമുക്കിനി കിച്ചൺ ലാബിലേക്ക് പോകാം. ഞാനിവിടെ കുറച്ച് മസാലകൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അതെന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. ഈ കാണുന്ന മീനാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് ഏത് മീനാണെന്നറിയോ? പാരയാണ്. വലിയ പാരയിൽ നിന്ന് ഞാൻ ഒരു 5 പീസ് കട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം അതിനു വേണ്ടിയുള്ള മസാലയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഒരൽപ്പം കറിവേപ്പില, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരൽപ്പം ഉലുവ, ഒരൽപ്പം ചെറുജീരകം, ഒരൽപ്പം ഇഞ്ചി, ഒരൽപ്പം വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക് കീറിയത്, ഒരൽപ്പം സവാള അല്ലെങ്കിൽ ചെറിയുള്ളി, ഒരൽപ്പം മല്ലിയില, ഒരു തക്കാളി, ഒരു അരമുറി തേങ്ങ ചിരകിയത്. ഇത്രയുമാണ് ഈ മീൻകറിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട്. അടുത്തതായി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, തേങ്ങ ചുരണ്ടിയത്, ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലിട്ട് അടിച്ച് കരുതി വെക്കാം. അടുത്തതായി ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കാം. ഒന്ന് തീ കത്തിച്ച് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മൺചട്ടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഏത് ഓയിലും ആകാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. അതല്ലെങ്കിൽ സൺഫ്ലവർ ആവാം, ഏത് ഓയിലും ഒഴിക്കാം. മൺചട്ടിയിൽ ഒഴിച്ച ഓയിൽ ചൂടായിരിക്കുന്നു. ഇനി ആദ്യമായി ചെയ്യേണ്ടത്, ചൂടായതിനു ശേഷം ആ കരുതി വെച്ചിരുന്ന ഉലുവ അതിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു അര മൂപ്പാവുമ്പോഴേക്കും ഉലുവ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മൂത്ത് പോകരുത്. അടുത്തതായി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിച്ചു വെച്ചത് ഈ ഓയിലിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നിറമൊന്ന് മാറിയതിന് ശേഷം ഒരൽപ്പം ചെറുജീരകം കൂടി ആ ഓയിലിലോട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അടുത്തതായി നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിലോട്ടിട്ടൊന്ന് പുരട്ടി എടുത്തതിന് ശേഷം കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടി ഒരു അസാധ്യ മണം വന്നു കഴിഞ്ഞു. അപ്പോഴേക്കും അത് റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇവിടെ സവാളയാണ്, ഒരല്പ സവാളയാണ് ഇടുന്നത്. ചെറിയ ഉള്ളിയാണ് ഏറ്റവും ടേസ്റ്റ്. ഇവിടെ ചെറിയ ഉള്ളി എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഒരല്പം സവാളയാണ് ഇതിലോട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് ചേർക്കാവൂ. കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാനിവിടെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതിനൊന്ന് വാട്ടിയെടുക്കുമ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി വരും. സവാള ഏകദേശം വാടി വന്നിരിക്കുകയാണ്. ചെറിയ ഉള്ളിയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഒരു അരമുറി തക്കാളിയാണ് ഞാൻ ഈ മസാല കൂട്ടിനായി ചേർക്കുന്നത്. നല്ല കൊഴുപ്പും കളറും കിട്ടാൻ വേണ്ടിയാണ് ഈ മസാലയിലിട്ട് തക്കാളി ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇതിലിട്ട തക്കാളിയും സവാളയും മസാലയും എല്ലാം കൂടി ഏകദേശം സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കീറി വെച്ചിരുന്ന 2 പച്ചമുളകും കൂടി ഇതിലോട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇവിടെ എല്ലാം തയ്യാറായി വന്നിരിക്കുകയാണ്. ഇനി നേരത്തെ അടിച്ച് മിക്സിയിൽ വെച്ചിരുന്ന ആ ഇൻഗ്രീഡിയൻസ് ഞങ്ങൾ ഇതിൽ ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഈ ചട്ടിയിൽ ഒഴിച്ച മസാലയും എല്ലാം കൂടി ചട്ടിയിലിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് ഞാൻ കീറി വെച്ചിരുന്നു, അതിട്ടു. നേരത്തെ ഒരു തക്കാളിയുടെ പകുതി തക്കാളി ഞാൻ വെച്ചിരുന്നു, ആ തക്കാളിയും കൂടി ഇതിലോട്ടൊന്ന് ഇടുകയാണ് കേട്ടോ. ഒരു തക്കാളിയാണ് എടുത്തത്. അരമുറി തക്കാളി നേരത്തെ ഇട്ടു, അരമുറി തക്കാളി ലാസ്റ്റ് ഇട്ടു. അടുത്തതായി ഞാൻ ഇവിടെ ചേർക്കുന്നത് വാളൻ പുളിയാണ്. അത് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് അലിയിച്ച് അതിന്റെ നീരാണ് ഞാൻ ഇതിൽ ഒഴിച്ചു വെക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിനു ശേഷം ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചെറുതായിട്ട് തിള വന്നു തുടങ്ങി. നല്ലതുപോലെ തിള വന്നതിന് ശേഷം മാത്രമേ മീൻ ഇതിലേക്ക് പറക്കിയിടാവൂ. മീൻകറി നല്ല തിളവായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഈ 5 പീസ് മീന് ഞാൻ ഇതിലേക്ക് വയ്ക്കുകയാണ്. ഈ മൺചട്ടിയിൽ 5 പീസ് മീനെ ഇതിൽ കൊള്ളും. അതുകൊണ്ടാണ് ഞാൻ ഈ 5 പീസ് മീൻ മാത്രം എടുത്തത്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കണ്ടോ, ഇത് തന്നെ ഫുള്ളായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ മീനൊന്ന് തട്ടി
താഴ്ത്തി വെക്കണം. കറിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെക്കണം. എന്നിട്ട് ഒരല്പം കറിവേപ്പില ഇടാം. അതിനുശേഷം കറിവേപ്പിലയുടെ തണ്ടും കൂടി ഞാൻ ഒടിച്ചങ്ങിടുകയാണ്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് അടപ്പ് വെച്ച് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും മീൻ കറി തയ്യാറാകും. അതിനുശേഷം ഞാനിവിടെ ഒരു വറവിടുകയാണ്. വറവിട്ടതിന് ശേഷം കടുക് പൊട്ടിച്ച് വറവിട്ടതിന് ശേഷം മീൻകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല സൂപ്പർ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു മീൻകറി തയ്യാറാക്കി എടുക്കാം. നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ. ഈ മീൻകറിയിൽ വറവിട്ടതിന് ശേഷം അവസാനമായി ചെയ്യേണ്ടത് ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് തീ ഓഫ് ചെയ്ത് ഈ അടപ്പെടുത്ത് ഇതിലേക്ക് അടച്ച് വെച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോയുടെ ആദ്യ അവസാനം മുതൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി നമസ്കാരത്തോടെ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. താങ്ക് യു.